എന്നാലും ആ സുഷമയുടെ കാര്യം വലിയ അക്രമം തന്നെ. എത്ര പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാവുകയില്ല. അവൾ അനുഭവിക്കാൻ പോണു നമുക്കെന്താ. അല്ല, അനന്തനോ? എന്താ അനന്ത ഇത്? അസുഖം മാറുന്നതിന് മുമ്പേ ജോലി തുടങ്ങിയോ? അതൊക്കെ മാറി. അല്പം കുറവ് കാണുമ്പോഴേക്കും എഴുന്നേറ്റ് പോരാൻ ധൃതിയായി അല്ലേ? ഏതായാലും പ്രൊഫസറെ ഒന്ന് കാണിക്കണം. ശരിക്കും മാറിയോന്നറിയാമല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടോന്ന് ഞാൻ തീരുമാനിക്കാം. അനന്തന് പ്രൊഫസറുടെ അടുത്ത് വരെ വരാൻ പറ്റുമോ? അത് പറഞ്ഞാ മതി. ഉത്തരവ്. നാക്കുനീട്ടു. ഈസ് ഓക്കെ, ജസ്റ്റ് നോർമൽ. അസുഖം മാറിയെന്ന് ഇനിയെങ്കിലും വിശ്വസിക്കാമല്ലോ. ഷുവർ. അല്ല അനന്തൻ, പ്രൊഫസറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? പരീക്ഷ എടുത്തു വരുന്ന സമയമാണ്. ഇന്നത്തോടി കഴിഞ്ഞാൽ പഴയ പോലെ ചുറ്റിക്കറങ്ങി നടക്കാൻ പറ്റില്ല. വല്ലതും എഴുതി ഒപ്പിക്കണ്ടേ? ഇന്ന് നമുക്കൊരു പിക്ചറിന് പോയാലോ? സമയമുണ്ട്. ഓക്കെ ഓക്കെ. അനന്തന് സിനിമ ഇഷ്ടമായോ? കൊള്ളാം. തുടക്കമൊക്കെ കൊള്ളാം. പക്ഷെ കഥാനായകന്റെ ക്യാരക്ടറിന് ഒരു ചുണയില്ല. അതെന്താ അങ്ങനെ പറയാം? ഒരു പെണ്ണിനോട് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അത് ഉള്ളിൽ വെച്ചോണ്ട് നടക്കാതെ മുഖത്ത് നോക്കി നല്ല നല്ല ഡയലോഗ് ആച്ചണ്ടേ? എന്നാലല്ലേ ഒരു ഹരമുള്ളൂ. പക്ഷേ ജീവിതത്തിൽ മനസ്സിൽ തോന്നുന്നത് പലതും തുറന്നു പറയാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാവാറില്ല. അതിനിത് ജീവിതമല്ലല്ലോ, സിനിമയല്ലേ? അനന്തനോ? ഇത് രാഘവട്ടൻ, തൊട്ടടുത്ത വീട്ടിലെ രാഘവട്ട. ഇത് ഉവല്ലോ, മനസ്സിലായി. ഏതായാലും ആദ്യമായിട്ട് കാണുകയല്ലേ, ചൂടായിട്ട് ചായ കുടിച്ചിട്ട് പോയാ. അനന്തൻ ധാരാളം പറയാറുണ്ട്. നാട്ടിലെ കാര്യങ്ങളൊക്കെ. ചായ കുടി. എന്താ നടന്നു? നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ. ഇനി പരീക്ഷ കഴിഞ്ഞ് കാണൂ. വെക്കേഷന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും ചേട്ടന്റെ അടുത്ത് പോണം. അനന്തം വരില്ലേ വണ്ടി കയറ്റി അയക്കാൻ? പിന്നെ ഞാൻ വിളിക്കാം. കേട്ടോ എന്താ, ജീവിതത്തിൽ എടുത്തു ഘോഷിക്കാൻ മാത്രം ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ നേടിയെടുത്തു. ജാതിക്കരുത്തു. ഒരുപാട് പേർ എതിർത്തു. പോകാൻ പറഞ്ഞു ഞാൻ. എന്റെ പെണ്ണിനെ പൊന്നുപോലെ ഞാൻ നോക്കുന്നത്. വഴുതികൾ കിടന്ന് കറന്നു കൊടുത്തിട്ടായാലും ചായ കൊണ്ട് കിടന്ന് വിറ്റിട്ടായാലും അതിന്റെ ഒരു വിഷമം ഞാൻ അവളെ അറിയിക്കൂല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാട് അതൊരു സുഖമാണ്, അല്ലേ? അത് ശരിയാ. കള്ള. അതെങ്ങനെ നിനക്കറിയാം? കണ്ണടച്ചിരുന്ന് പാല് കുടിച്ചാൽ ആരും അറിയില്ലല്ലോ, അല്ലേ? പക്ഷെ അനന്ത, നിന്നോട് എനിക്കിപ്പോ കൂടുതൽ ഇഷ്ടമാ. എന്താ കാര്യം എന്നറിയാമോ? എന്താ? നിനക്കും ഇപ്പൊ സ്നേഹത്തിന്റെ വില അറിയാം. ചുമ്മാ സ്നേഹിച്ചാ മാത്രം പോരാ, സ്നേഹിക്കുന്നവരെ സ്വന്തം ആക്കുകയും കൂടെ വേണം. എന്നാലേ അത് മുഴുവനാകത്തുള്ളൂ. നീ വരുന്നോ? നാളെ ഞങ്ങൾ സർക്കസ് കാണാൻ പോകുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാ. അയ്യോ, നാളെയോ? നാളെ വൈകിട്ട് എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുണ്ട്. അനന്തനുണ്ടായതുകൊണ്ട് ഇത്തവണ കയറിപ്പറ്റാനുള്ള ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. എനിക്ക് തിക്കും തിരക്കും കാണുമ്പോഴേ തല പെരുക്കാൻ തുടങ്ങി. 1.5 മാസം വെക്കേഷൻ അല്ലേ? അത് ഓർക്കുമ്പോഴാ ബേജാറ്. അത്രയും ദിവസം അവിടെ കൂടുകയെന്ന് വെച്ചാൽ അല്ലാതെന്താ വഴി, അല്ലേ? இன்னும் சில வினாடிகளில் 4வது பிளாட்பாரத்திலிருந்து புறப்படும்.
രാവിലെ എത്തിയല്ലേ? നീ വരുന്ന കാര്യം തിരക്കിന്റെ ഇടയിൽ ഞാൻ മറന്നു. അതാ വണ്ടി അയക്കാഞ്ഞത്. എക്സാം ഒക്കെ എങ്ങനെ? നന്നായി ചെയ്തില്ലേ? നിനക്ക് 1 വർഷം കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, യു റിലാക്സ്. ഞാനും ഇനിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ലയൺസ് ക്ലബിന്റെ ഡിന്നർ മീറ്റിംഗാ. എന്നെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നിനക്ക് ബോറടിക്കും. ഞാൻ വരുന്നില്ല. ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നാലോ? സമയമായി. ആ, പോകാം. ചേട്ടാ, നമ്മുടെ നാട്ടിലെ അനന്തനെ ഓർക്കുന്നോ? വിച്ച് അനന്തൻ? പൊന്നമ്മയുടെ. ഓഹോ. അനന്തൻ ഇപ്പൊ മദ്രാസിലാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിനക്കുള്ള ഫുഡ് ഫ്രിഡ്ജിൽ കാണും. വേണ്ടപ്പോ കഴിച്ചോളൂ. പ്രിയമുള്ള അനന്തന് വിശേഷങ്ങളൊന്നുമില്ല. പ്രതീക്ഷിച്ചതുപോലെ മഹാബോറായി ദിവസങ്ങൾ നീങ്ങുന്നു. വിളിക്കാതെ വന്ന ഒരു അതിഥിയല്ലേ. പോകാൻ വേറെ ഇടവുമില്ല. ആരോടും ഒന്നും മിണ്ടാനില്ലാതെ മുഷിഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും അനന്തൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. വെറുതെ ഓർക്കുകയാണതല്ലേ ഓരോരോ വെട്ടിത്തങ്ങൾ. ഏതായാലും 12-ാം തീയതി മെയിലിന് തിരിച്ചെത്തുകയാണ്. അതുവരെ മതിയല്ലോ. അനന്തന് സുഖമല്ലേ? സ്നേഹം, ശ്രീദേവി. ആരുടെ കത്ത്? അത് പിന്നെ ഒന്നും പറയണ്ട, മനസ്സിലായി. വരുന്ന വിവരം വല്ലതും കത്തിലുണ്ടോ? 12-ാം തീയതി വരുമെന്ന മെയിലിന്. എന്നാ ഇപ്പോഴേ പോയി റെയിൽവേ സ്റ്റേഷൻ താമസിച്ചിരുത്തോ? രാഘവേട്ടൻ കരുതുന്ന പോലെയല്ല. ഇങ്ങനൊരു കത്ത് എനിക്ക് ആദ്യമാണ്. പണം ചോദിച്ചുകൊണ്ട് കത്തെഴുതുമ്പോൾ എനിക്ക് സുഖമാണോന്ന് അമ്മ ഒരിക്കലും ചോദിക്കാറില്ല. വേറെ ഒന്നുമില്ലെങ്കിലും അനന്തന് സുഖമാണോന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുക, അത്രേ ഉള്ളൂ രാഘവേട്ട. അത്രേ ആശിച്ചിട്ടുള്ളൂ. സ്നേഹിക്കുന്നവരുടെ മനസ്സ് എനിക്കറിയാവുന്നത് പോലെ പിന്നെ ആർക്കറിയാം? സമയമാകുന്നു ശ്രീദേവി. തയ്യാറായില്ലേ? ഞാൻ എപ്പോഴേ തയ്യാറാണ്. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ഇൻകം ടാക്സ് ഓഫീസിൽ പോകാൻ. அடி அழமோ, சீக்கிரம் வா. வந்துட்டேன். இந்தாங்க. எல்லா ஜாமான்லாம் எடுத்து வச்சிட்டியா? வச்சுட்டேன்னா அழமோ, உன்னை பார்த்து தான் சீட் செஞ்சிருக்கான். என்ன அங்க என்ன எழுதிருக்கு? இடி பாட்டு சொல்றேன். லக் லக்கேஜ் मोर कंपार्ट நம்ம பார்த்து தாண்டி எழுதிருக்கா. 3 नंबर प्लेटफॉर्म से और कुछ समय में रवाना होगी. அம்மாடி, உன் பேர் என்ன? ശ്രീദേവി. ஏமா உன் புருஷனாத்துக்கு போறேடா? അല്ല, കോളേജിലേക്കാ. அப்போ கல்யாணமே ஆகலையா? ஆமா, என்ன விஷயத்துக்கு படிக்கிற? எங்க படிக்கிற? മദ്രാസില് മെഡിസിന് പഠിക്കുകയാണ്. அப்படின்னா டாக்டர் ஆகிறதுக்கு படிக்கிறாடி. அப்படியா? ஆமா, அதுக்கு நிறைய பணம் செலவாகுமே இல்லையா? உனக்கு அம்மா அப்பா இருக்காளா? ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ஐயோ பாவம்.
ഇഫ് യു ഡോണ്ട് മൈൻഡ്, ശ്രീദേവിക്ക് എന്റെ ഭക്ഷണം ഷെയർ ചെയ്യാം. പേരെങ്ങനെ മനസ്സിലായി എന്നല്ലേ അവര് കംപ്ലീറ്റ് ബയോഡാറ്റ ചോദിച്ച് മനസ്സിലാക്കിയത്. എനിക്ക് എളുപ്പമായി. ആ പിന്നെ ഞാൻ ഡോക്ടർ മദൻ മോഹൻ. മദൻ എന്ന് വിളിക്കും. ശ്രീദേവി പഠിക്കുന്ന കോളേജിലേക്ക് തന്നെയാണ് ഞാൻ. ഹയർ സ്റ്റഡീസിൽ ജീവചരിത്രം മുഴുവൻ ചോദിച്ചെങ്കിലും ഊണ് കഴിക്കാൻ നേരത്ത് അവരെ നിങ്ങളെ തഴഞ്ഞു കളഞ്ഞു. കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് മനസ്സിലായി. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. പൈ പ്യൂർ വെജിറ്റേറിയൻ ഒന്നും അല്ലല്ലോ. അല്പം ചിക്കനും ചപ്പാത്തിയും ഉണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിക്കാനുള്ളവരല്ലേ. സത്യത്തിൽ ശ്രീദേവി അതേ കോളേജിൽ തന്നെയാന്ന് അറിഞ്ഞപ്പോ ഐ വാസ് റിയലി ഹാപ്പി. ഇപ്പൊ വരുന്നത് ബോംബെ നിന്നാണെങ്കിലും കുറെ നാളായി ഞാനങ്ങ് വയനാട്ടിലാണ്. അറ്റ്ലീസ്റ്റ് പുതിയ സ്ഥലത്ത് കോണ്ടാക്ടിനെങ്കിലും ഒരാളായല്ലോ. കഴിക്കൂ നീ പ്ലീസ്. താങ്ക് യു. പാർട്ടീസേ പ്രഭാതകൃത്യങ്ങൾക്ക് പോയിരിക്കുക. തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മളുടേതായ എന്തെങ്കിലും ലൈൻ നോക്കിയില്ലെങ്കിലേ പതിച്ചത് തന്നെ. അല്ല, ചീട്ട് കളിക്കറിയാമോ? കുറച്ചൊക്കെ. Then come on. Thank you. എന്തൊരത്ഭുതമാണെന്ന് നോക്കണേ. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ തോൽവിയിലേക്ക് ആനയിക്കുമെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. സംഗതി ശരിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു മാസ്റ്റർ റമ്മി പ്ലെയറായ ഞാൻ അടുപ്പിച്ച് ഇത്ര പ്രാവശ്യം തോൽക്കാന്ന് വെച്ചാൽ ഐ ഹാവ് മേഡ് എ ഡിസ്കവറി. ശ്രീദേവി ഒരു കലാകാരിയാണ്. അയ്യോ അല്ല. അറ്റ്ലീസ്റ്റ് ശ്രീദേവിക്ക് ഒരു നല്ല കലാഹൃദയമുണ്ട്. തീർച്ച. താമര ഇതൾ പോലെ നേർത്തു നേർത്തു വരുന്ന ഈ കൈപ്പത്തിയും നീണ്ട് എന്തുപോലുള്ള വെല്ലുകളാണ്. വാക്കുകളും കിട്ടുന്നില്ല. ഡോക്ടർ ആവുമ്പോൾ സമയത്ത് വല്ല ഭാഷയും പിടിച്ചിരുന്നെങ്കിൽ നല്ല 4 ഡയലോഗിലും കാച്ചായിരുന്നു. പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണോ? അത് കലക്കി. ഈ ചോദ്യം കാണുന്ന പെൺകുട്ടികളോടൊക്കെ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെടുത്തതുപോലെ, സോറി നമ്മളെന്ന് പറയാമല്ലോ, അടുക്കാറുണ്ടോ എന്ന് അല്ലേ? കാരണം കൂടെ കേൾക്കൂ. അങ്ങനെ എടുക്കാൻ എന്റെ സൗന്ദര്യബോധവും നർമ്മരസവും അനുവദിച്ചിട്ടില്ല എന്നാണ് സത്യം. എല്ലാവരോടും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ശ്രീദേവിക്ക് തന്നെ എല്ലാവരോടും ഇതുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഒരുമിച്ച് ഇത്ര സൗകര്യത്തിൽ കൂടാൻ ഹാർഡ്ലി 1 hour കൂടിയേ ഉള്ളൂ. ചീട്ടിറക്കും.